ഹലോ ഗൈസ്, വെൽക്കം ടു ദ ചാനൽ ഡോക്ടർ ഫോബി. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു പ്രീ റൈഡ് പ്രിപ്പറേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒരു റൈഡ് പോകുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ കരുതണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ബൈക്കിൽ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ. സോ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക്, അതായത് ഈ ഒരു വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്ന എൻ്റെ ഒരു പ്രിപ്പറേഷൻ മെത്തേഡാണ്. അതിനകത്ത് പ്രത്യേകിച്ച് അറേഞ്ച്മെന്റ്സ് ഒന്നും കാണത്തില്ല. ഇത് കേട്ടിരുന്നു കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് ചില പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്യാൻ പറ്റും. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതായത് മെയിനായിട്ടും എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ഒരു റൈഡ് പ്ലാൻ ചെയ്യുകയാണ്. അപ്പം ഒരു 3 days കഴിഞ്ഞാണ് ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തു. ഒരു 3 days കഴിഞ്ഞിട്ടാണ് ഞാൻ റൈഡ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പം ഇന്ന് ഞാൻ ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കുകയാണെന്ന് കരുതുക. അപ്പോൾ ഇന്നത്തെ ദിവസം തൊട്ട് ഞാൻ എന്നെ സെൽഫ് കെയർ ചെയ്യും. അതെ, നമ്മൾ ട്രിപ്പ് പോകുന്ന ടൈമിൽ, റൈഡ് ചെയ്യുന്ന ടൈമിൽ, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമ്മൾ ടയേർഡാവാൻ പോകുന്ന ഒരു ബോഡിക്ക് നല്ല എനർജി വേണം. സോ നിങ്ങൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. അതുകൊണ്ടൊക്കെ തന്നെ പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, നല്ല രീതിയിൽ ഉറക്കം മസ്റ്റാണ്. കാരണം 8 hours നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡി അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയുക റെസ്റ്റ് കിട്ടുമ്പോൾ അത് കുറച്ച് എനർജി കിട്ടും നമ്മൾ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുക. ഒരിക്കലും റൈഡ് പോകുന്നൊരു ടൈമിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് റെസ്റ്റ് ഒന്നും എടുക്കാതെ നിങ്ങൾ അങ്ങനെ എഴുന്നേറ്റ് ഒരു റൈഡ് പോകാന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ടയർഡാവും. ആ ഒരു എന്താ പറയുക, റൈഡ് അത്രത്തോളം അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റി എന്ന് വരത്തില്ല. ഓൾമോസ്റ്റ് എല്ലാ ആളുകളും വാളിയാ പോവാം എന്നും പറഞ്ഞിട്ട് കൂട്ടുകാരെ വിളിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ വണ്ടി എടുക്കും, സ്ഥലം വിടും, വേറെ ഒന്നും ശ്രദ്ധിക്കത്തില്ല. എന്നിട്ടാലും കുറച്ചുകൂടി നമുക്കൊരു ചൂടായിട്ട് റൈഡ് ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്ന ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു സെൽഫ് കെയർ ചെയ്യുക. അത് സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. സമയത്ത് ആഹാരം കഴിക്കുന്നു, വെള്ളമൊക്കെ കുടിക്കുന്നു, ഫുഡ് കഴിക്കുന്നു, ഉറങ്ങുന്നു. സിമ്പിളായിട്ടുള്ളൊരു കാര്യം. അത് കഴിഞ്ഞാൽ മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ വണ്ടിയാണ്. കാരണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്ത മീഡിയം നമ്മുടെ ബൈക്കാണ്. അപ്പോൾ ഈ ഒരു ബൈക്കിൽ എന്തെങ്കിലും പണികൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എഞ്ചിൻ ഓയിൽ മാറാറായിട്ടുണ്ട്. ഒരു 3000 മാറുന്ന എഞ്ചിൻ ഓയിലാണ്. നിങ്ങൾ മേ ബി ഒരു 500 kilometer ആണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു 2800 നിങ്ങൾ റൈഡ് ചെയ്ത് നിന്നിട്ടുണ്ട്. ഒരു 200 kilometer കൂടി ഉള്ളൂ നിങ്ങൾക്ക് ഇനി. അപ്പോൾ നിങ്ങൾ കരുതല്ലേ ഒരു 300 കൂടി പ്ലസ് അതിൻ്റെ കൂടെ ഓടിച്ചിട്ട് എഞ്ചിൻ ഓയിലല്ലേ മാറാം എന്ന് കരുതരുത്. കാരണം കണ്ടിന്യൂസ് റൈഡ് ചെയ്യുകയാണ്, നന്നായിട്ട് ഹീറ്റ് ആവുന്ന ഒരു ടൈം ആയിരിക്കും നമ്മുടെ ഈ ഒരു റണ്ണിങ് പീരീഡ് എന്ന് പറയുന്നത്, ഈ റൈഡിങ് പീരീഡ് എന്ന് പറയുന്നത്. സോ എഞ്ചിൻ ഓയിൽ മാറിയിട്ട് പോയി കഴിഞ്ഞാൽ എഞ്ചിൻ നല്ല ബെറ്ററായിട്ട് സ്മൂത്തറായിട്ട് ബിഹേവ് ചെയ്യും. ആ ഒരു ട്രിപ്പിൽ അറിയാമല്ലോ, എഞ്ചിൻ നല്ല ബെറ്ററും സ്മൂത്തറും ആണെങ്കിൽ നമ്മൾ ഹാപ്പി ആയിട്ട് റൈഡ് ചെയ്തു. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം, ടയർ പ്രഷർ ചെക്ക് ചെയ്തിരിക്കുക. ടയർ പ്രഷർ കറക്റ്റ് ചെയ്ത് ചെക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ബ്രേക്ക് ചെയ്യുക. ഏതെങ്കിലും കാര്യത്തിലെ ലീക്കേജോ അല്ലെങ്കിൽ ഹെയർ ബബിൾസ് കയറിയിട്ട് ബ്രേക്ക് ജാമോ കാര്യങ്ങളോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അത് ആ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ചെയിൻ സ്ലാക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് ലൂബ് ചെയ്ത് വെക്കുക. ചെയിൻ സ്ലാക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് ലൂബ് ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങളുടെ ബൈക്കിൻ്റെ ക്ലച്ച് കേബിൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും ഹാർഡായിട്ടാണോ, ഹാർഡ്നെസ് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ മേ ബി അതേ ഒരു ലൈഫ് സ്പാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ കഴിഞ്ഞ് വരുന്നുണ്ടാവും. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അധികം റേറ്റ് ഒന്നുമില്ല. ക്ലച്ചൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു സംഭവമാണ്, ഏത് നിമിഷവും പൊട്ടാം. അതിനകത്ത് എന്തെങ്കിലും യൂസേജിലൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നിങ്ങളത് റീപ്ലേസ് ചെയ്യുക. അതുകൊണ്ട് ത്രോട്ടിൽ കേബിളും നിങ്ങൾ യൂസ് ചെയ്യുമ്പം നോക്കുക പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, സ്മൂത്ത് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ടോ. അതോ വർക്ക് ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും ഒരു സ്റ്റക്ക് ഫീലോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു എന്താ അതിൻ്റെ അകത്ത് ചിലപ്പം ഈ ഒരു ത്രോട്ടിൽ കേബിളോ അല്ലെങ്കിൽ ക്ലച്ച് കേബിളോ പൊട്ടിയിട്ട് ആ ഒരു ബ്രൗഡം എന്ന് പറയുന്ന സംഭവം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്ലേ ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ അകത്ത് പൊട്ടിയിരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ സ്റ്റക്ക് വരുന്നതെന്നുള്ളത്. ഇതൊക്കെ ചെറിയ ചെറിയ ഐഡിയാസാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ ജസ്റ്റ് സ്പാർക്ക് പ്ലഗിൻ്റെ പോർഷനൊക്കെ ഒന്ന് അഴിച്ചിട്ട് ജസ്റ്റ് ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിടുക. പക്ഷേ ഇത് ഇൻഡിക്കേറ്റേഴ്സ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഫ്രണ്ടും ബാക്കും. അതുകൊണ്ട് തന്നെ ഹെഡ്ലൈറ്റ് LED ഹെഡ്ലൈറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും ലൂസ് കോണ്ടാക്ട്സ് ഉണ്ടോ, അതുകൊണ്ട് ബാക്ക് ടെയിൽ ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക. വണ്ടി നല്ല അടിപൊളിയായിട്ട് വാഷ് ചെയ്ത് ലൂബൊക്കെ ചെയ്ത് നമ്മൾ റൈഡ് പോകുന്നതിന് ഇപ്പം നിങ്ങൾ ഇതെല്ലാം ചെക്ക് ചെയ്തു,
ഒരു 2 days കഴിഞ്ഞ് നിങ്ങൾ വണ്ടി നന്നായിട്ട് വാഷ് ചെയ്യുന്നു. വാഷ് ചെയ്തിട്ട് ചെയിൻ ട്യൂബ് ചെയ്തിട്ട് വെക്കുകയാണ്. കാരണം പിറ്റേന്ന് രാവിലെ ഏർലി മോർണിംഗ് ആണ് നമ്മൾ റൈഡ് പോകുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം വരെ ചെയിൻ ട്യൂബൊക്കെ നല്ല രീതിയിൽ സെറ്റ് ആവും. അപ്പം അങ്ങനെ കുറച്ച് ടൈം കൂടി ബൈക്കിന് കിട്ടും. അതുമല്ല ഈ ഒരു 2 daysനകത്ത് നമുക്ക് ഈ ഒരു ബൈക്ക് ഓടിക്കുമ്പോൾ, അതായത് നിലവിൽ നമ്മൾ ഓടിച്ചു നിർത്തിയ ബൈക്കാണെങ്കിലും നിലവിൽ ആ ഒരു ടൈം തൊട്ട് ഇങ്ങോട്ട് പണി വരാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടോ ഇല്ല എന്നുള്ളത് മനസ്സിലാവും. കാരണം നമ്മുടെ റൈഡിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു കാര്യം നമ്മുടെ ബൈക്ക് തന്നെയാണ്. ഇതിനകത്ത് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് അപ്സെറ്റ് ആവും. പിന്നെ നമ്മൾ ആ ഒരു റൈഡ് പേരിന് വേണ്ടി റൈഡ് ചെയ്ത് മാറ്റേണ്ടുന്ന അവസ്ഥയിലേക്ക്. പിന്നെ അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വഴി കുറേ കാശ് നമ്മൾ ചിലവാകും. അതുകൊണ്ട് അങ്ങനത്തെ പണികൾ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്തിട്ട് മാത്രം റൈഡ് എടുത്തിട്ട് ഈ ഒരു ബൈക്ക് എടുത്തിട്ട് റൈഡിന് പോകാം. അതുപോലെ തന്നെ ബൈക്കിൻ്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പം നമ്മളെ ഫ്രണ്ട് സസ്പെൻഷൻ ഓയിലില്ലേ, അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ലീക്കേജോ ഒക്കെ ഉണ്ടോ എന്ന് കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം കുറേ ട്രാവലും കുറേ ഗട്ടേഴ്സൊക്കെ എടുത്തു കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വിസിബിളി കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് എഞ്ചിൻ്റെ ഏതെങ്കിലും സൈഡിൽ ലീക്കേജോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുക. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ദൂരീകരിച്ച് അതൊക്കെ മാറ്റിയതിനു ശേഷം മാത്രം ബൈക്കും എടുത്ത് റൈഡിന് പോവാം. അതെല്ലാം നിങ്ങൾക്ക് പറ്റുന്നില്ല, റൈഡ് പോയാൽ പറ്റത്തുണ്ടെങ്കിൽ ഒരു സെക്കൻഡറി ഓപ്ഷൻ നോക്കേണ്ടി വരും. അതായത് വേറൊരു ബൈക്കിലേക്ക് നിങ്ങൾ സ്വിച്ച് ചെയ്തിട്ട് ആ ഒരു റൈഡ് കംപ്ലീറ്റ് ചെയ്യുക. അത് വന്നിട്ട് പിന്നെ നിങ്ങളുടെ ബൈക്ക് മെയിൻറ്റെയിൻ ചെയ്തെടുക്കുക. അപ്പം ഒരു കാരണവശാലും ഒരു ബൈക്കിൻ്റെ പുറത്തൊരു റിസ്ക് എടുത്ത് വെച്ചിട്ട് പോകരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ വഴിയിൽ പണി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അതിന് ഫണ്ട് പൊട്ടും, നമ്മുടെ മൈൻഡ് സെറ്റ് പോവും, നമ്മുടെ സമയം നഷ്ടപ്പെടും, നമ്മൾ എത്തേണ്ട സ്ഥലത്തേക്ക് ഒരുപാട് താമസിക്കും എത്താനും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ പറ്റും. പിന്നെ പറ്റുകയെന്നുണ്ടെങ്കിൽ ഈ പനിയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പ്രിക്കോഷൻസിന് വേണ്ടിയിട്ട് വല്ല ടാബ്സോ കാര്യങ്ങളോ നമുക്ക് എല്ലാവർക്കും അറിയാതെ ഈ പാരസെറ്റാമോൾ അങ്ങനെയൊക്കെയുള്ള ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. ഞാൻ നോർമലി ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെസ്റ്റൊക്കെ എടുത്ത് പോകുമ്പോൾ എനിക്കങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. എന്നിരുന്നാൽ തന്നെയും ഞാൻ ചെറുതായിട്ട് ഇതോടൊക്കെ ഏതെങ്കിലും ഒരു ടാബ് 1-2 എണ്ണം അതിൽ കൂടുതൽ ഞാൻ എടുത്ത് ബാഗിൽ ഇടത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയില്ല, നമുക്ക് ഇത് പ്രോപ്പറായിട്ടൊരു ഗൈഡൻസ് ഇല്ലാതെ ഒരു ഡോക്ടർ പ്രിസ്ക്രിപ്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വെറുതെ എടുത്ത് കഴിക്കരുത്. ആരോഗ്യത്തിന് ഹാനികരമാണ്. ഒരുപാട് ടാബ് കഴിക്കുന്ന ഒരാളും അല്ല ഞാൻ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ എടുത്ത് അങ്ങനെ ഒരുപാട് അങ്ങോട്ട് ബാഗിലെടുത്തില്ല. ഒരു പ്രിക്കോഷന് ഒരു ബാക്കപ്പിന് വേണ്ടിയിട്ട് മാത്രം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരു കാര്യം ആലോചിക്കണം, ഈ ഇങ്ങനെയുള്ള ഏതെങ്കിലും ടാബ് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ പോകുന്ന ടൈമിൽ കഴിക്കാം. അതായത് റൈഡിനിടയ്ക്ക് നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ പോകുന്ന ടൈമിൽ നിങ്ങൾ ഫുഡ് കഴിക്കുക. ഫുഡ് കഴിച്ചിട്ട് പോയി റെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ടാബ് കഴിക്കുക. നന്നായിട്ട് ഉറങ്ങുക. പിന്നെ നിങ്ങൾ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പം ഏർലി മോർണിംഗിൽ തന്നെ ഇറങ്ങിയിട്ട് ഒരു 6 മണി 7 മണിയാകുമ്പോൾ റൈഡ് സ്റ്റോപ്പ് ചെയ്യാൻ നോക്കണം. കാരണം പല സ്ഥലത്തും പല ആൾക്കാർക്കും പല മൈൻഡ് സെറ്റും പല രീതികളും ഒക്കെ ആയിരിക്കും. അവിടുത്തെ ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റിയെ ഡിഫറൻറ്റ് രീതിയായിരിക്കും. അപ്പം നമുക്ക് അതുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ട് പോകാൻ പറ്റി എന്ന് വരത്തില്ല. മേ ബി നമ്മളിപ്പോൾ ഒരു ഗേൾ ഫ്രണ്ടുമായിട്ടൊക്കെ റൈഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ചില സ്ഥലങ്ങളൊക്കെ ഡേഞ്ചറാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് സന്ധ്യയൊക്കെ വീണൊന്ന് ഇരുട്ടി കഴിയുമ്പോൾ അങ്ങ് സ്റ്റോപ്പ് ചെയ്യണം. ഒരു മാക്സിമം പോയൊരു 8 മണി അതിനകത്ത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. പോകുന്ന വഴി തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം, ഞാനിപ്പോൾ പോകുന്നത് ഇനി ഇത്ര നേരം കൊണ്ട് ഇത്ര കിലോമീറ്റർ ഓടി മാറും, ഞാൻ അല്ലെങ്കിൽ ഇത്ര സമയമാകുമ്പോൾ ഞാൻ സന്ധ്യ ആകുമ്പോഴത്തേന് ഇന്ന സ്ഥലത്തെത്തും എന്നുള്ളൊരു ധാരണയിൽ പോവാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എവിടെയെങ്കിലും ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ട് പോകാം. കാരണം സേഫറായിട്ട് പോയിട്ട് വണ്ടിയൊക്കെ അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റും. സോ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ ട്രാവൽ ചെയ്യുന്ന വഴി നമ്മൾ എത്തപ്പെടുന്ന റീച്ച് ചെയ്യുന്ന നമ്മുടെ ഡെസ്റ്റിനേഷൻസ് ഒക്കെ നമ്മളൊന്ന് എക്സ്പെക്ട് ചെയ്ത് അതിന് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു പ്ലാനിങ് ഒക്കെ ഇട്ടിട്ട് പോകാന്നുണ്ടെങ്കിൽ റൈഡ് വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ പോകാം. നമ്മൾ ഈ കണ്ടിട്ടില്ലേ, നമ്മൾ പഠിക്കുന്നതൊക്കെ ടൈമിൽ ഒരു ടൈം ടേബിൾ ഉണ്ട്. ഒരു ദിവസം ആ ടൈം ടേബിൾ അനുസരിച്ച് രാവിലെ ഈ ഒരു സബ്ജക്റ്റ് ആയിരിക്കും, അതിനുശേഷം ഈ സബ്ജക്റ്റ്, അങ്ങനെ 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 പോകും. അപ്പം അതൊരു 3:30 ആകുമ്പോഴത്തേക്കും സ്കൂൾ വിട്ട് നമ്മൾ വീട്ടിൽ വരും എന്ന് പറയുന്ന പോലെ തന്നെയാണ്. നമ്മൾ ഒരു ടൈം ടേബിൾ വെച്ചിട്ട് പ്രോപ്പറായിട്ട് പോയി കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ ആ റൈഡ് ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരിക്കും. നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നല്ല പ്ലസൻ്റ് ആയിട്ട് ഓടിച്ച് വലിയ ടെൻഷനൊന്നും ഇല്ലാതെ റെസ്റ്റൊക്കെ എടുത്ത് പോകാൻ പറ്റും. സോ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. സെൽഫ് കെയർ ശ്രദ്ധിക്കണം, ബൈക്ക് കെയർ ശ്രദ്ധിക്കണം, പേപ്പർ വർക്ക് ശ്രദ്ധിക്കണം, ഇതിനകത്തുള്ള മെയിൻ്റനൻസും കാര്യങ്ങളും പ്രോപ്പർ ആയിരിക്കണം. അതിനുശേഷമാണ് നമ്മൾ റൂട്ടിലുള്ള പ്ലാനിങ് പ്രോപ്പർ ആക്കേണ്ടത്. സോ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പേപ്പേഴ്സാണ്. പേപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്കിൻ്റെ RC ബുക്ക്, ഇൻഷുറൻസ്, പൊല്യൂഷൻ, ഇപ്പം ഇതെല്ലാം ഡിജി ലോക്കറിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. എന്നിരുന്നാലും ഇതിൻ്റെ ഒരു PVC വെർഷനും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പൊല്യൂഷനും ഇൻഷുറൻസും ഒരു കോപ്പി എടുത്തിട്ട് ചുമ്മാ ജസ്റ്റ് സീറ്റിനടിയിൽ ലോക്ക് ചെയ്ത് വെക്കുക. കാരണം ഇൻ്റർനെറ്റ് ഇല്ലാത്തൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ
ഓഫീസേഴ്സ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു ബുദ്ധിമുട്ടോ ഒരു ടൈം ഡിലേയോ ഒന്നും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരത്തില്ല. അപ്പം അങ്ങനെ ഒരു ഗുണം കൂടി അതിനുണ്ടാവും. അപ്പം നമ്മൾ സെൽഫ് കെയർ ചെയ്തു, നമ്മളുടെ ബൈക്കിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി പ്രോപ്പറാക്കി സെറ്റ് ചെയ്തു, നമ്മുടെ RC ബുക്കും കാര്യങ്ങളും പേപ്പർ വർക്കായിട്ടുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തേക്കുക. പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ID കാർഡ്, അതായത് ഇപ്പം നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിക്കുമ്പം മോസ്റ്റ്ലി നമുക്കിപ്പം പറയാൻ പറ്റും ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ ചിലർ ചോദിക്കും, ഓക്കെ നിങ്ങളുടെ ID കാർഡ് ഒന്ന് കാണിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ വോട്ടറോ അല്ലെങ്കിൽ ആധാറോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഐറ്റം ചുമ്മാ ജസ്റ്റ് പേരിന് വേണ്ടി കൈവയ്ക്കുക, ചിലപ്പം ആവശ്യം വന്നേക്കാം. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി കൈവയ്ക്കുക. പിന്നെ നമ്മുടെ റൈഡിനെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ലഗേജ് എപ്പോഴും നിങ്ങൾ മിനിമലായിട്ടേ പാക്ക് ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 2 days ട്രാവൽ ചെയ്യുകയാണ്, ഒരു 800 കിലോമീറ്ററാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നതെന്നിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ മോസ്റ്റ്ലി എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷർട്ടും പാൻറ്റും കറൻറ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ഷർട്ടും പാൻറ്റും 2 ഷർട്ടും അതായത് ടീഷർട്ടും 2 പാൻറ്റും ബാഗിൽ വെക്കും. പിന്നെ എനിക്ക് ക്യാമറയോ കാര്യങ്ങളോ ഒരുപാട് ഇലക്ട്രോണിക്സോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഷൂട്ട് ചെയ്യുമ്പം ഉള്ള എൻ്റെ ഇത് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാർജറും അതിൻ്റെ കേബിൾസും ഫോണിൻ്റെ ചാർജർ കേബിൾസും ഒക്കെ തന്നെ ഉള്ളു. നോർമലി ഉള്ള കാര്യങ്ങളെ എനിക്കുള്ളൂ. ഞാൻ മറ്റേ DSLR ക്യാമറകളൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് എൻ്റെ ലഗേജ് എപ്പോഴും ചെറുതായിരിക്കും. പിന്നെ ഒരു 1 ലിറ്ററിൻ്റെ ഒരു ബോട്ടിലിനകത്ത് നിങ്ങൾ വെള്ളം പിടിച്ചു വയ്ക്കുക. കാരണം റൈഡ് ചെയ്ത് ഒരു 1 hour ആകുമ്പോൾ കുറേശ്ശെ വെള്ളമൊക്കെ കുടിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾ പോകുന്ന ടൈമിൽ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടല്ലോ, എന്തെങ്കിലും സ്നാക്സ്, ബ്രെഡോ അല്ലെങ്കിൽ സ്നാക്സ് അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾ പുറത്തോട്ട് പോകുന്ന ടൈമിൽ ബാഗിൽ മേടിച്ചിട്ടേക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ റൈഡ് ചെയ്ത് മാറ്റുമ്പോൾ ഫോറസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചില റൂട്ടൊക്കെ നമ്മൾ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 10 കിലോമീറ്റർ 15 കിലോമീറ്റർ കഴിഞ്ഞിട്ടൊക്കെ കടകളൊക്കെ കാണത്തുള്ളൂ. സോ അതുവരെ നമുക്ക് നല്ല രീതിയിൽ വിശക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് പോയിസൺ ഒക്കെ അടിക്കാൻ അല്ലെങ്കിൽ ഗ്യാസ് ഒക്കെ കയറിയിട്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടാകും. അതൊക്കെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാൻ പറ്റിയ ഐറ്റംസ് വല്ലതും മേടിച്ച് ബാഗിലിടുക. അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റൈഡ് ചെയ്ത് പോകാൻ പറ്റും. ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. മെയിനായിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, നമ്മുടെ സെൽഫ് കെയർ, നമ്മുടെ ബൈക്കിൻ്റെ കെയർ, നമ്മുടെ ബൈക്കിൻ്റെ എന്തെങ്കിലും പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്, ബൈക്കിൻ്റെ പേപ്പർ വർക്ക്സ്, ഒരു ID കാർഡ് കൈവയ്ക്കുക, ലഗേജ് മിനിമലായിട്ട് പാക്ക് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇലക്ട്രോണിക്സ് എന്തൊക്കെയാണെന്നുള്ളത് അതിൽ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കൊണ്ടുപോവുക. ലഗേജിൻ്റെ വെയിറ്റ് കുറഞ്ഞാൽ റൈഡിങ്ങിൻ്റെ കംഫർട്ട് കൂടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഈ ഒരു ചെറിയ ഇൻഫർമേറ്റീവ് വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. വളരെ സിമ്പിളായിട്ട് കേട്ടിരുന്ന് നല്ല രീതിയിൽ ഓർത്ത് ഒരു റൈഡ് പോകുമ്പോൾ ഉപകാരപ്പെടുന്ന കാര്യങ്ങളെ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. സോ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു, ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ സീ യു നെക്സ്റ്റ് വീഡിയോ ഗൈസ്. ടേക്ക് കെയർ, സ്റ്റേ സേഫ്, ബൈ.